ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കുന്നു. അതായത് ഈ നക്ഷത്ര ജാതകർ ഇനി ഉയർച്ചയുടെ കൊടുമുടി കയറും. സൂര്യൻ്റെ മേടരാശി സംക്രമം അടിസ്ഥാനമാക്കി ഗണിച്ച വിഷു സംക്രമ ഫലമാണ്. സംക്രമ സമയത്തെ ഭാഗ്യതാരക സ്ഥിതി എന്നത് അശ്വതി നക്ഷത്രത്തിലാണ്. ഇതിനെ അടിസ്ഥാനമാക്കി ഗണിച്ച 27 നക്ഷത്രങ്ങളുടെയും സാമാന്യ ഫലമാണ്. അതായത് പൊതുവെയുള്ള ഫലങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അനുഭവത്തിൽ വന്നു ചേരും. എങ്കിലും ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിജാതകം, വർഷജാതകം, രാഷ്ട്രജാതകം ഇവയനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരും. ഓരോ നക്ഷത്ര ജാതകരും അനുഷ്ഠിക്കേണ്ട പരിഹാരങ്ങളും ഒപ്പം ചേർക്കുന്നു. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരവിനുമൊപ്പം ചെലവും അധികരിക്കും. പ്രത്യേകിച്ചും സന്താന ഗുണം വർദ്ധിക്കുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ശമനം ലഭിക്കുന്നതാണ്. ഗൃഹ അന്തരീക്ഷത്തിൽ വളരെയധികം ശാന്തതയുണ്ടാകുകയും ബന്ധുജനങ്ങളെ പിരിഞ്ഞ് കഴിയേണ്ട സ്ഥിതിയും വന്നു ചേരും. സുഹൃത്തുക്കളുടെ വിവാഹ ബന്ധത്തിൽ സംബന്ധിക്കുവാൻ കഴിയുന്നതാണ്. വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അശ്രദ്ധ വർദ്ധിച്ച് ചെറിയ വീഴ്ച, പരിക്ക് എന്നിവയ്ക്ക് സാധ്യതയുള്ള കാലം കൂടിയാണ്. അതുപോലെ പരിശ്രമിച്ചിട്ട് ലഭിക്കാതിരുന്ന പല കാര്യങ്ങളിലും ഇനി അങ്ങോട്ട് കാര്യവിജയമുണ്ടാകും. മംഗല്യ ഭാഗ്യം പ്രതീക്ഷിക്കാം. അതുപോലെ മാതാപിതാക്കളുമായി ഇതുവരെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അവസാനിക്കും. ലഹരി വസ്തുക്കളിൽ നിന്നും മുക്തി നേടാവുന്ന കാലം കൂടിയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, അതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് ആശ്വാസം എന്നിവ വന്നു ചേരും. സാമ്പത്തികമായി വളരെയധികം അച്ചടക്കം പാലിച്ച് കടങ്ങൾ വീട്ടുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യ ഭജനം നടത്തുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ബന്ധുഗുണം വളരെയധികം വർദ്ധിക്കുന്ന കാലമാണ്. ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. തൊഴിൽപരമായും ഭാഗ്യപുഷ്ടി വർദ്ധിച്ചു നിൽക്കുന്ന കാലം കൂടിയാണ്. ധനപരമായി വളരെയധികം നേട്ടമുണ്ടാകും. സന്താനങ്ങൾക്കുണ്ടായിരുന്ന രോഗബാധയെല്ലാം ശമിക്കുന്നതാണ്. അതുപോലെ വ്യവഹാരങ്ങളിൽ വിജയം, കൃഷിഭൂമിയിൽ നിന്നും ധനലാഭം, തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം, പ്രവർത്തന വിജയം എന്നിവ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ട് വളരെയധികം അനുഭവങ്ങളും ഉണ്ടാകും. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ തമ്മിൽ ഒന്നിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ പൊതുപ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കും. സുഹൃത്ത് സമാഗമം വളരെയധികം സന്തോഷം സമ്മാനിക്കുന്നതാണ്. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ ദോഷശമനത്തിനായി വിഷ്ണു ഭജനം നടത്തുക. വീട്ടിൽ ഭാഗവത പാരായണം സ്വയം ചെയ്യുക. അതുപോലെ ജന്മനാളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ആയുസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കും. സഹോദര സ്ഥാനീയർ മുഖേന കാര്യസാധ്യം, പരീക്ഷകളിൽ വിജയം, വിവാഹം ആലോചിക്കുന്നവർക്ക് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി എന്നിവ ലഭിക്കുന്നതാണ്. ഗൃഹ അന്തരീക്ഷം വളരെയധികം തൃപ്തികരമായി മാറും. വാഹന സംബന്ധമായി ചെറിയ ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. ദാമ്പത്തിക ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിച്ചു കിട്ടും. ബന്ധുജന സഹായത്താൽ കാര്യവിജയം, തൊഴിൽ രഹിതർക്ക് താൽക്കാലിക ജോലിയെങ്കിലും ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ അലസതയുണ്ടാകും. പൊതുവായ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. വിദേശ ജോലിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തന്നെ അതിജീവിക്കുവാൻ കഴിയുന്നതാണ്. അനാവശ്യമായ തർക്കങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു നിൽക്കുക. ദോഷശമനത്തിനായും ഗുണവർദ്ധനവിനുമായും ഹനുമത് ഭജനം നടത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി
അവൽ, പഴം ഇവ നിവേദിക്കുക. അതുപോലെ ക്ഷേത്രത്തിൽ ഇരുന്ന് ജപം നടത്തുന്നതും ഇരട്ടി ഫലം ചെയ്യുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ്. ബുദ്ധിമുട്ട് നിറഞ്ഞ യാത്രകൾ, സഹപ്രവർത്തകർ നിമിത്തമായി മനോവിഷമം, ഭാര്യ ഭർതൃബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, അതുപോലെ ധനപരമായ വിഷമതകൾ എന്നിവ നേരിടേണ്ടി വരും. പങ്കാളിത്ത ബിസിനസ് സുഹൃത്തുക്കളുമായി ഒത്തുചേർന്ന് ചെയ്യുന്ന ആളുകൾക്കും നിങ്ങളുടെ പ്രവർത്തനത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായ വിഷമതകൾ, വിവാഹാലോചനകളിൽ തീരുമാനം, തൊഴിൽ രംഗത്ത് മടുപ്പേറിയ അനുഭവങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഭിന്നത ഉടലെടുക്കും. നിങ്ങളുടെ സന്താനങ്ങൾക്ക് വളരെയധികം അനുകൂലമുണ്ടാകുന്ന കാലമാണ്. അവർക്കുണ്ടായിരുന്ന രോഗാദി ദുരിതങ്ങളിൽ ശമനമുണ്ടാകും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം. സർക്കാർ ആനുകൂല്യമുണ്ടാകും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമത് ഭജനം നടത്തുക. ജന്മനാളിൽ ഹനുമത് സ്വാമിയെ വണങ്ങി അവൽ, പഴം ഇവ നിവേദിക്കുക. ഭവനത്തിൽ രാമായണം, സുന്ദരകാന്ഡം നിത്യേന പാരായണം ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ശാരീരികമായ ക്ഷീണവും മാനസികമായ ക്ഷീണവും ഉണ്ടാകും. പ്രധാനമായ തൊഴിലിൽ നിന്നും അവധിയെടുത്ത് മാറി നിൽക്കേണ്ട സ്ഥിതി വന്നു ചേരും. ഉദ്ദിഷ്ട കാര്യങ്ങളിൽ യാതൊരു രീതിയിലുമുള്ള വിജയമുണ്ടാകില്ല. അതുപോലെ തന്നെ സമയത്ത് ബന്ധുഗുണം വന്നു ചേരുകയുമില്ല. സുഹൃത്തുക്കൾക്കായി വളരെയധികം പണം മുടക്കേണ്ടി വരും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ യാത്രകൾ, മാതാവിനോ മാതൃജനങ്ങൾക്കോ അരിഷ്ടത, അതുപോലെ സ്വത്ത് സംബന്ധമായ തർക്കത്തിൽ തീരുമാനം, വിദേശത്തു നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാനും കഴിയുന്നതാണ്. ദാമ്പത്യപരമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ഭിന്നതകളും ശമിച്ചു കിട്ടും. സന്താനങ്ങൾക്ക് ചെറിയ അരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂകൾ, മത്സര പരീക്ഷകൾ എന്നിവയ്ക്കിൽ വിജയം ഉറപ്പാണ്. വിദേശ യാത്രയ്ക്കുള്ള ശ്രമം എന്നിവയിൽ വിജയിക്കുവാൻ കഴിയും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശിവഭജനം നടത്തുക. അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവങ്കൽ കൂളമാല ചാർത്തിച്ച് മലർ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സ്വദേശം വിട്ട് യാത്ര ചെയ്യേണ്ടി വരും. സ്വന്തം ബിസിനസ്സിൽ മികച്ച നേട്ടമുണ്ടാകും. അനാവശ്യമായ ഭീതികളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് ഉയർച്ച, സ്ഥലം മാറ്റം എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്നും എല്ലാ രീതിയിലുമുള്ള സഹായങ്ങൾ വന്നു ചേരും. കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്ത് വളരെയധികം വിജയമുണ്ടാകും. കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിച്ചു കിട്ടുന്നതാണ്. വിദേശ യാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കും. ക്ഷേത്ര ദർശനം, പുണ്യസ്ഥല സന്ദർശനം ഇവ നടത്തുവാൻ കഴിയുന്നതാണ്. തൊഴിൽ രംഗത്തും വളരെയധികം മികവ് പുലർത്തും. കുടുംബത്തിൽ ശാന്തതയുണ്ടാകും. രോഗാദി ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രയത്നം കൊണ്ട് തന്നെ തടസ്സങ്ങളെയെല്ലാം തന്നെ നേരിടുവാൻ സാധിക്കുന്നതാണ്. ഭക്ഷണത്തിൽ അധികമായ താല്പര്യം വർദ്ധിക്കും. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി വെണ്ണ, കദളിപ്പഴം ഇവ നിവേദിക്കുക. അതുപോലെ നിത്യേന ഭവനത്തിൽ ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കഴിവുകൾക്ക് വളരെയധികം അംഗീകാരം ലഭിക്കുന്ന കാലമാണ്. വാസഗൃഹമാറ്റം ഉണ്ടാകും. അതുപോലെ ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം. വാഹന ലാഭത്തിനുള്ള യോഗമുണ്ട്. അതുപോലെ ബന്ധുക്കൾ വഴി കാര്യസാധ്യമുണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. മുമ്പ് കടം നൽകിയിരുന്ന പണം തിരികെ വന്നു ചേരും. ഗൃഹനിർമ്മാണത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. ധനസമ്പാദനത്തിനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ വിജയിക്കുന്ന കാലം കൂടിയാണ്. ഇതോടെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഈയൊരു സാമ്പത്തിക നേട്ടത്താൽ മാറിക്കിട്ടുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വരും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗാതി ദുരിതമുണ്ടാകുവാൻ ഇടയുണ്ട്. പ്രവർത്തനങ്ങളിൽ അലസത വർദ്ധിക്കും. സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കുന്നതാണ്.
അതുപോലെ വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യം നിറവേറിക്കിട്ടും. പുതിയ സുഹൃത്ത് ബന്ധങ്ങളുണ്ടാകും. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് കാര്യം തീരുമാനത്തിലാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള ഭാഗ്യമുണ്ടാകും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശാസ്താവചനം നടത്തുക. അതുപോലെ ശാസ്ത അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. വിദേശത്തു നിന്നും തിരികെ നാട്ടിലെത്തുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ജോലിയുടെ ഭാഗമായി നിരവധി യാത്രകൾ നടത്തേണ്ടി വരും. അതുപോലെ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുന്നതിലൂടെ കാര്യവിജയമുണ്ടാകും. ബന്ധുജന സമാഗമം, സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ, മേലധികാരിയുടെ പ്രീതി, അതുപോലെ സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണാനുഭവങ്ങൾ, പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകൾക്ക് പ്രശസ്തി, മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല വാർത്തകൾ എന്നിവ വന്നു ചേരും. സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. സാമ്പത്തികമായ ഇടപാടുകളിൽ കൃത്യത പുലർത്തുന്നതാണ്. സാധിച്ചെടുക്കുവാൻ വിഷമമെന്ന് കരുതിയ പല കാര്യങ്ങളും അനായാസേന നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാകും. വിവാഹ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. സന്താനഗുണം വർദ്ധിക്കുന്ന കാലം കൂടിയാണ്. പ്രത്യേകിച്ചും ഊഹക്കച്ചവടത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. ഭൂമി ഇടപാടിൽ ലാഭം പ്രതീക്ഷിക്കാം. ദോഷശമനത്തിനായി നിങ്ങൾ ഗണപതി ഭജനം നടത്തുക. നിത്യേന ഉദയത്തിൽ വീട്ടിൽ വിളക്ക് കൊളുത്തി ഗണപതിയെ സ്മരിച്ചു പ്രാർത്ഥിക്കുക. അതുപോലെ ജന്മനാളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ആയില്യം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഭവനം മൂടി പിടിപ്പിക്കുവാൻ കഴിയും. അതുപോലെ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ്. സഹോദര ഗുണമുണ്ടാകും. സുഹൃത്തുക്കൾ വഴി നേട്ടം വന്നു ചേരും. അവിചാരിത ധനലാഭം, വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന ഭാഗ്യം, പഴയകാല സുഹൃത്തുക്കളുമായുള്ള സമാഗമം, കുടുംബത്തിൽ മനസ്സമാധാനം എന്നിവ പ്രതീക്ഷിക്കാം. രോഗശമനമുണ്ടാകും. വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകും. സാമ്പത്തികമായ സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന കാലം കൂടിയാണ്. പ്രത്യേകിച്ചും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് വലിയ ലാഭം കൊയ്യുവാൻ കഴിയുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും അഭിനന്ദനവും വന്നുചേരും. ആത്മീയ ഗുരുക്കളുടെ സാന്നിധ്യമുണ്ടാകും. മംഗളകർമ്മങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. തൊഴിൽ മേഖലയിലുള്ള ആളുകൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ഉദ്യോഗ കയറ്റം ഇവയുണ്ടാകും. പൊതുപ്രവർത്തകർക്ക് പ്രശസ്തി, മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല വാർത്തകൾ എന്നിവ വന്നുചേരും. ദോഷശമനത്തിനായി ദേവീ ഭജനം നടത്തുക. ദേവീ ക്ഷേത്ര ദർശനം നടത്തി പഞ്ചദുർഗ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ ലഘു മന്ത്രജപത്താൽ ദേവിയെ ഉപാസിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും. സാമ്പത്തികമായ ഇടപാടുകളിൽ കൃത്യത പുലർത്തുവാൻ കഴിയാതെ വരുന്നതാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യഭ്രംശമുണ്ടാകാം. ഗൃഹനിർമ്മാണത്തിൽ തടസ്സം, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, നിഷ്പ്രയാസം സാധിച്ചെടുക്കാമെന്ന് കരുതിയ പല കാര്യങ്ങളിലും അവിചാരിതമായ തടസ്സം, കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ഇവ ശമിച്ചു കിട്ടുന്നതാണ്. തീർത്ഥാടന യാത്രകൾ നടത്തുവാൻ കഴിയും. പുതിയ ഭൂമി വാങ്ങുവാൻ തീരുമാനമെടുക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കും. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ വന്നുചേരും. സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് അനുകൂലമായ സാഹചര്യമാണ്. ആരോഗ്യനില തൃപ്തികരമാകും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, അകന്നിരുന്ന കുടുംബ ബന്ധങ്ങൾ തമ്മിൽ അടുക്കും. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ എന്നിവ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. സന്താന ലാഭം ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് സന്താന ഭാഗ്യമുണ്ട്. ആരോഗ്യനില വളരെയധികം തൃപ്തികരമായി ഭവിക്കുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ ജന്മനാളിൽ ദേവിക്ക് കുങ്കുമാഭിഷേകം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും. വിദേശത്തു നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കുന്നതാണ്. വരവിനൊപ്പം ചെലവും വർദ്ധിക്കും. സന്താന ഗുണം വർദ്ധിക്കുന്നതാണ്.
കഫജന്യ രോഗങ്ങൾ പിടിപെടാം. ദീർഘകാല യാത്രകൾ സാധിക്കുമെങ്കിൽ ഒഴിവാക്കുക. മാനസികമായ പിരിമുറുക്കം വർദ്ധിക്കും. കുടുംബജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കുന്നതാണ്. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി, അതുമല്ലെങ്കിൽ മാതാവിനോ തത്തുല്യരായ ആളുകൾക്കോ അരിഷ്ടതകൾ ഉണ്ടാകും. അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗാദി ദുരിതങ്ങളിൽ നിന്നും മോചനം പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുന്നത് യാതൊരു രീതിയിലും ഗുണകരമാകില്ല. ബന്ധുക്കളെ പിരിഞ്ഞ് കഴിയേണ്ടി വരുന്ന കാലം കൂടിയാണ്. മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂ എന്നിവയിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ്. അന്യരുടെ സഹായം ലഭിക്കും. ബിസിനസ് നടത്തുന്നവർക്ക് വിജയമുണ്ടാകും. ഗൃഹനിർമ്മാണത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് സൽസന്താന ഭാഗ്യമുണ്ട്. ദോഷപരിഹാരത്തിനും ഗുണവർദ്ധനവിനുമായി നാളിൽ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ ഭവനത്തിൽ നിത്യേന ദേവി മാഹാത്മ്യ പാരായണം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആത്മീയമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വർദ്ധിക്കുന്നതാണ്. പൂർവിക സ്വത്ത് ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ഇടയ്ക്കിടെ ശാരീരികമായി എന്തെങ്കിലും അരിഷ്ടതകൾ വന്നു ചേരും. ബിസിനസ്സുകളിൽ നിന്നും മികച്ച നേട്ടം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായ സ്ഥലം മാറ്റം ഉണ്ടാകും. ഗൃഹത്തിൽ ശാന്തത വന്നു ചേരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടം. ബന്ധുഗൃഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ എന്നിവ നടന്നു കിട്ടുന്നതാണ്. ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്തു കഴിയുവാനുള്ള അവസരം വന്നു ചേരും. പുതിയ പദ്ധതികളിൽ പണം മുടക്കേണ്ടി വരുന്നതാണ്. അതിൽ നിന്നും വളരെയധികം നേട്ടം കൈവരിക്കുവാനും കഴിയും. അധികാരികളിൽ നിന്നും അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ അസ്വസ്ഥതകളും ശമിച്ചു കിട്ടുന്നതാണ്. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഉദര സംബന്ധമായ അസുഖങ്ങൾ പിടിപെടുവാൻ ഇടയുള്ള കാലം കൂടിയാണ്. പ്രത്യേകിച്ചും സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാവിഷ്ണു ഭജനം നടത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നെയ്വിളക്ക് കൊളുത്തുന്നതും തുളസിമാല ചാർത്തിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. ആരോഗ്യപരമായി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഗൃഹ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിക്കും. കുടുംബത്തിൽ ബന്ധുജനങ്ങൾ മുഖേന കലഹ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടി വരും. സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ സംബന്ധിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകും. നിങ്ങൾ ഏറ്റെടുത്ത എല്ലാവിധ പ്രവൃത്തികളും വിജയത്തിലെത്തുന്നതാണ്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗാരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസപരമായും വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കും. ഊഹക്കച്ചവടം, ലോട്ടറി എന്നിവയിൽ ഏർപ്പെടുവാൻ അനുകൂലമായ സമയമാണ്. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാം. വാഹനം മാറ്റി വാങ്ങുവാൻ ആലോചിക്കും. പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്നും വിട്ടുനിന്നിരുന്ന ആളുകൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഔഷധങ്ങളിൽ നിന്നും അലർജി പിടിപെടുവാൻ ഇടയുണ്ട്. ജന്മനാളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം നടത്തുക. നിത്യേന ഭവനത്തിൽ ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ബന്ധുജനങ്ങളുമായി അടുപ്പം ദൃഢമാകും. പിതാവിന് അരിഷ്ടതകൾ പ്രതികൂലമായി നിന്നിരുന്ന ആളുകളെല്ലാം തന്നെ അനുകൂലരായി മാറുന്നതാണ്. അനാരോഗ്യം മൂലം മുൻ തീരുമാനങ്ങൾ മാറ്റി വയ്ക്കേണ്ടി വരും. വിദേശ സഞ്ചാരം സാധ്യമാകും. ഭൂമി, വാഹനം എന്നിവ വാങ്ങുവാനുള്ള തീരുമാനം നീട്ടി വെക്കേണ്ടി വരുന്നതാണ്. അതുപോലെ വിലപ്പെട്ട രേഖകൾ കൈമോശം വരുവാൻ ഇടയുണ്ട്. ബന്ധുജന സഹായത്തിന് ശ്രമിച്ചാൽ വിജയിക്കും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ. ബന്ധുജന സഹായം വഴി സാമ്പത്തികമായ വിഷമതകൾ മറികടക്കുവാൻ കഴിയുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രമോഷൻ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ വലിയ നേട്ടം കൈവരിക്കുവാൻ കഴിയുന്നതാണ്. സർക്കാർ ജോലി ലഭിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് അംഗീകാരം ലഭിക്കും. സന്താന ഗുണം അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ധർമ്മശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിങ്കൽ നീരാഞ്ജനം കത്തിക്കുക. എള്ള് പായസ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്.
നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ മൂലം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതാണ്. വാസസ്ഥാനത്തിന് മാറ്റം സംഭവിക്കാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം, ഇഷ്ടസ്ഥാന ലബ്ധി എന്നിവയുണ്ടാകും. പണച്ചിലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടി വരും. അതുപോലെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി, ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുക, വിദേശ യാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയം കൈവരിക്കുക, മത്സര പരീക്ഷ, ഇന്റർവ്യൂവിൽ എന്നിവയിൽ വിജയിക്കുക എന്നിങ്ങനെ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന കാലമാണ്. പുതിയ ഗൃഹ ഉപകരണങ്ങൾക്കായി പണം മുടക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരുന്നതാണ്. സഞ്ചാര ക്ലേശം വർദ്ധിക്കും. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് രോഗാരിഷ്ടത ഉണ്ടാകുവാനും സാധ്യതയുള്ള കാലമാണ്. ഭക്ഷണ സുഖം വർദ്ധിക്കും. കടങ്ങൾ വീട്ടുവാൻ സാധിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് വളരെയധികം ഉന്നമനമുണ്ടാകും. നേത്രരോഗ സാധ്യതയുണ്ട്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ സ്വാമിക്ക് വെണ്ണ, അവൽ എന്നിവ നിവേദിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാം. ബന്ധുജന സഹായം വഴി പെട്ടെന്നുള്ള കാര്യസാധ്യമുണ്ടാകും. വിവാഹാലോചനകൾ തീരുമാനത്തിലെത്തുന്നതാണ്. കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പിടികൾ തിരിച്ചെടുക്കുവാനും കഴിയുന്നതാണ്. വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസ ലഭിക്കും. വാഹനത്തിനോ വീടിനോ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി ഉണ്ടാകും. സ്വജനങ്ങൾക്ക് ഉന്നത സ്ഥാനലബ്ധി. കുടുംബസമേതം വിനോദങ്ങൾ, കലാപരിപാടികൾ എന്നിവയെ സംബന്ധിക്കുവാൻ കഴിയുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക. ശിവസ്തോത്രം നിത്യേന പാരായണം ചെയ്യുക. ശിവങ്കൽ എള്ളെണ്ണ വിളക്കിലൊഴിച്ച് പ്രാർത്ഥിക്കുക. യഥാശക്തി അന്നദാനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെയുള്ള യാത്രകൾ വേണ്ടിവരും. മാനസികമായി സന്തോഷം വർദ്ധിക്കുന്നതാണ്. വീട്ടിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. തടസ്സങ്ങളെല്ലാം മാറി കാര്യപുരോഗതി ദൃശ്യമാകും. പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങും. ബിസിനസ്സിൽ പണച്ചെലവ് അധികരിക്കുന്നതാണ്. ദമ്പതികൾ ഒന്നിച്ച് യാത്ര നടത്തുവാനുള്ള ഭാഗ്യമുണ്ടാകും. തൊഴിൽ രംഗത്തു നിന്നും അവധിയെടുത്ത് പുണ്യസ്ഥല സന്ദർശനം, ദീർഘദൂര യാത്രയ്ക്കായി പണച്ചെലവ് എന്നിവ പ്രതീക്ഷിക്കാം. ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടത, വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ പ്രവേശനം എന്നിവ ലഭിക്കുന്നതാണ്. കായികരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഭൂമിയിൽ നിന്നും ധനലാഭമുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഉത്തരവുകൾ വന്നുചേരും. തൊഴിൽപരമായും വളരെയധികം മേന്മ ഉണ്ടാകുന്ന കാലമാണ്. ദോഷശമനത്തിനായി വിഷ്ണു ഭജനം നടത്തുക. നിത്യേന ഭവനത്തിൽ വിഷ്ണു ഭജനം നടത്തുക. സാധുജനത്തിന് അന്നദാനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി, ഉദ്യോഗ കയറ്റം എന്നിവയുണ്ടാകും. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് പ്രശസ്തി, സ്ഥാനമാനങ്ങൾ എന്നിവ വരുന്നതാണ്. സഹോദരങ്ങൾക്കും വളരെയധികം ഉയർച്ച പ്രതീക്ഷിക്കാം. സാമ്പത്തികമായ ഇടപാടുകളിൽ കൃത്യത പുലർത്തുക. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും. സാധിച്ചെടുക്കുവാൻ വിഷമമെന്ന് കരുതിയ പല കാര്യങ്ങളും നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. അകന്നിരുന്ന കുടുംബ ബന്ധങ്ങൾ അടുക്കുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങളുണ്ടാകും. സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരുന്ന ആളുകൾക്കും അനുകൂലമായ സാഹചര്യമാണ്. ആരോഗ്യപരമായി വളരെയധികം തൃപ്തികരമായ കാലമാണ്. ശത്രുക്കൾ മിത്രങ്ങളാകും. ദൂരയാത്രകൾ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രണയബന്ധിതർക്ക് സാഫല്യമുണ്ടാകും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്ന കാലം കൂടിയാണ്. ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനും കഴിയുന്നതാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശിവഭജനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ദക്ഷിണാമൂർത്തി ഭാവത്തിൽ സങ്കല്പിച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. വ്യാപാരം, മറ്റ് ബിസിനസ്സിൽ എന്നിവയിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാകും. പ്രത്യേകിച്ചും ജീവിത പങ്കാളിയിൽ നിന്നും ഉറച്ച പിന്തുണ ലഭിക്കുന്നതാണ്. പ്രണയബന്ധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ വന്നുചേരും. വിദേശത്ത് നിന്നും നാട്ടിൽ തിരികെ എത്തുവാൻ കഴിയുന്നതാണ്. ഗൃഹനിർമ്മാണത്തിനായി ബാങ്കുകളിൽ നിന്നും ലോൺ പാസ്സാക്കി കിട്ടും. മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പലവിധ പ്രശ്നങ്ങളിൽ നിന്നും മോചനമുണ്ടാകുന്ന കാലമാണ്.
വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാം. രോഗാദി ദുരിതങ്ങളിൽ വിഷമിക്കുന്ന ആളുകൾക്കും ആശ്വാസം ഭവിക്കുന്നതാണ്. വളർത്തു മൃഗങ്ങളാൽ പരിക്കേക്കാതെ ശ്രദ്ധിക്കുക. സഹായ വാഗ്ദാനത്തിൽ നിന്നും സുഹൃത്തുക്കൾ പിൻവാങ്ങും. പുതിയ ആഭരണം വാങ്ങുവാൻ സാധിക്കുന്ന കാലം കൂടിയാണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഠിനമായ ശ്രമം വേണ്ടിവരും. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാവിഷ്ണു ഭജനം നടത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുക. വിഷ്ണു അഷ്ടോത്തര ജപം നടത്തുക. വിഷ്ണുവിന് ജന്മനാളിൽ പാൽപ്പായസം നിവേദിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. മാനസികമായി നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കുവാൻ കഴിയുന്ന കാലമാണ്. സാമ്പത്തികമായ ഇടപാടുകളിൽ കൃത്യത പാലിക്കും. കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കുന്നതാണ്. വാഹനം മാറ്റി വാങ്ങുവാൻ കഴിയും. കഫജന്യ രോഗങ്ങൾ പിടിപെടുവാനിടയുണ്ട്. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ പൈതൃക സ്വത്തിൻ്റെ അനുഭവ ഗുണമുണ്ടാകും. ഗൃഹനിർമ്മാണത്തിനായി കരുതി വെച്ച പണം മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വരുന്നതാണ്. വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം. വരവിനൊപ്പം ചെലവും അധികരിക്കുന്നതാണ്. സന്താന ഗുണം വർദ്ധിക്കും. നേത്ര രോഗബാധയുണ്ടാകാം. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കടം വാങ്ങേണ്ടി വരും. വാഹനയാത്രകൾക്കിടയിൽ ധനനഷ്ടം സംഭവിക്കുവാനും സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായി വലിയ ഉന്നതി പ്രതീക്ഷിക്കാം. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ സുബ്രഹ്മണ്യ ഭജനം നടത്തുക. നിത്യേന അഷ്ടോത്തരം ജപിക്കുക. കൂടാതെ നാളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർദ്ധിക്കും. മനസ്സിൻ്റെ സന്തോഷം തിരികെ ലഭിക്കുന്നതാണ്. തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരും. വാഗ്ദാനം നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് മുതിരരുത്. ബിസിനസ്സിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന വിഷമതകളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്നും അനുകൂലമായ നടപടികൾ പ്രതീക്ഷിക്കാം. യാത്രകൾ വേണ്ടിവരും. സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് സൽസന്താന ഭാഗ്യമുണ്ട്. ഭൂമി വിൽപ്പനയിൽ തീരുമാനമുണ്ടാകും. ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭം വർദ്ധിക്കുന്നതാണ്. സന്താന ഗുണമുണ്ടാകും. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്കും ഉത്തമ ബന്ധം ലഭിക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ശിവോഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. ധനപരമായ നിങ്ങൾക്ക് അനുകൂലമായ സമയമല്ല. കർമ്മരംഗത്ത് ഉന്നതി, സൗഹൃദങ്ങളിൽ ഉലച്ചിൽ, പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി എന്നിവ വർദ്ധിക്കും. പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ അലസത തരണം ചെയ്ത് മുന്നേറുവാൻ സാധിക്കുന്നതാണ്. കുടുംബജീവിതത്തിലുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ്. സന്താന ഗുണമുണ്ടാകും. കുടുംബസൗഖ്യ വർധനവ്, ബിസിനസ്സിൽ പുരോഗതി, മാനസികമായ സംതൃപ്തി, മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുക, താൽക്കാലികമായ ജോലികൾ എന്നിവ വന്നുചേരും. തൊഴിൽപരമായും യാത്രകൾ ഉണ്ടാകുന്നതാണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വിജയം ഉറപ്പായ കാലമാണ്. കുടുംബസൗഖ്യ വർധനവ്, പരീക്ഷാ വിജയം എന്നിവ കാണുന്നു. ഇടയ്ക്കിടെ വാതജന്യ രോഗങ്ങൾ മൂലം വിഷമിക്കേണ്ടി വരും. ആരോഗ്യപരമായി എല്ലാ കാര്യങ്ങളിലും അധിക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ധർമ്മശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. ബന്ധുജന സഹായം കുറയും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പണച്ചെലവ് വർദ്ധിക്കുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തടസ്സങ്ങൾ, അനാവശ്യമായ ചിന്തകൾ എന്നിവ മനസ്സിൽ നിറയും. പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനമുണ്ടാകുന്നതാണ്. അതുപോലെ പൈതൃക സ്വത്തിൻ്റെ അനുഭവമുണ്ടാകും. ഭക്ഷണ സുഖം കുറയും. എല്ലുകൾക്കും പല്ലുകൾക്കും രോഗസാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യങ്ങൾക്കായി യാത്രകൾ വന്നുചേരും. ബന്ധുഗുണ വർധനവ്, ആഡംബര വസ്തുക്കളിൽ താൽപ്പര്യം എന്നിവ വർദ്ധിക്കുന്നതാണ്. മത്സര പരീക്ഷകളിൽ വിജയസാധ്യതയുണ്ട്. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഗൃഹനിർമ്മാണത്തിൽ ചെലവ് വർദ്ധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദേവീ ഭജനം നടത്തുക. ജന്മനാളിൽ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചദുർഗ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക. ദേവിക്ക് ചുവപ്പ് പട്ട് സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. പുതിയ സൗഹൃദ ബന്ധം മുഖേന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്.
അതുപോലെ തൊഴിലിനായുള്ള പരിശ്രമങ്ങളിൽ ഭാഗികമായ വിജയം പ്രതീക്ഷിക്കാം. സ്വന്തം പ്രവർത്തനത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ആത്മധൈര്യം കൈവിടാതെ ശ്രദ്ധിക്കണം. മുൻ കോപം നിയന്ത്രിക്കുക. ദാമ്പത്യ ജീവിതത്തിലും ചെറിയ അസ്വാരസ്യങ്ങൾ, മാതാവിന് ശാരീരികമായ അസുഖങ്ങൾ, തുടർന്ന് വൈദ്യ സന്ദർശനം എന്നിവ വേണ്ടിവരും. തൊഴിൽപരമായി അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും അല്പം ആശ്വാസം ലഭിക്കുന്നതാണ്. യാത്രകൾ വേണ്ടിവരും. അതുപോലെ സഹോദര സ്ഥാനീയർ മുഖേന മനക്ലേശത്തിന് സാധ്യതയുണ്ട്. ആരോഗ്യപരമായി ഇടപെട്ട് അസ്വസ്ഥതകൾ വന്നു ചേരും. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ മഹാഗണപതി ഭജനം നടത്തുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതിക്ക് കദളിപ്പഴ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്കായി പണച്ചെലവ് വന്നുചേരും. ദേഹസുഖം കുറയുന്ന കാലമാണ്. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. പുതിയ ജോലികളിൽ പ്രവേശിക്കാനുള്ള അവസരം ഒരുങ്ങുന്നതാണ്. അടുത്ത ബന്ധുക്കളുമായി ചെറിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത, തൊഴിൽ സംബന്ധമായി യാത്രകളും വേണ്ടിവരും. ആഗ്രഹങ്ങൾ നിറവേറുന്നതാണ്. രോഗാതി ദുരിതങ്ങളിൽ നിന്നും ശമനം പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങളിൽ നിന്നും സഹായം ലഭിക്കും. ജലജന്യ രോഗങ്ങൾ പിടിപെടുവാനും ഇടയുള്ള കാലമാണ്. തൊഴിൽപരമായി വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അനാവശ്യമായ മാനസിക ഉത്കണ്ഠ മൂലം അസുഖം വരാതെ ശ്രദ്ധിക്കുക. ബന്ധുജന സമാഗമം ഉണ്ടാകും. ഉദരസംബന്ധമായ വിഷമതകൾക്കായി ഔഷധ സേവ വേണ്ടിവരുന്നതാണ്. അടുത്ത ബന്ധുക്കൾക്ക് രോഗദുരിത സാധ്യതയുണ്ട്. മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് രോഗാരിഷ്ടത, ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. സാധിക്കുന്ന ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അതുപോലെ നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊടുത്ത് ജപം നടത്തുന്നതും ഇരട്ടി ഫലം സമ്മാനിക്കും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് രോഗദുരിത സാധ്യതയുണ്ട്. ആരോഗ്യപരമായും വിഷമതകൾ ഉടലെടുക്കും. തൊഴിലിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മാനസികമായ സന്തോഷം വർദ്ധിക്കും. കടമിടപാടുകളിൽ കുറയ്ക്കുവാൻ കഴിയുന്നതാണ്. വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയം കാണും. ബന്ധുജന ഗുണമുണ്ടാകും. യാത്രകൾ വളരെയധികം വർദ്ധിക്കുന്ന കാലം കൂടിയാണ്. നിങ്ങളുടെ മാതാവിനോ മാതൃജനങ്ങൾക്കോ അരിഷ്ടത, തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ മൂലം മനോവിഷമം, പഠനത്തിലും ജോലിയിലും അലസതയും നേരിടേണ്ടി വരും. നല്ല കർമ്മങ്ങൾക്കായി പണച്ചെലവ് വരുന്നതാണ്. വിവാഹം ഉറപ്പിക്കുവാനും വാഗ്ദോഷം മൂലം അപവാദത്തിൽ അകപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാലാവസ്ഥജന്യ രോഗങ്ങൾ പിടിപെടുവാൻ ഇടയുള്ള കാലമാണ്. ബുദ്ധിമുട്ട് തന്നെ യാത്രകൾ, സഹപ്രവർത്തകർ നിമിത്തം മനോവിഷമം എന്നിവ ഉടലെടുക്കും. സുഹൃത്ത് സഹായം വർദ്ധിക്കുന്നതാണ്. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി, ഔഷധസേവ അവസാനിപ്പിക്കുവാനും കഴിയുന്നതാണ്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവങ്കൽ ഭജനം നടത്തുക. ജന്മനാളിൽ ശിവങ്കൽ ഭസ്മാഭിഷേകം നടത്തിക്കുക. ഒപ്പം ദേവി ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പത്താൽ അർച്ചന നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് മാനസികമായ നിരാശ വളരെയധികം വർദ്ധിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി സാധ്യതയുണ്ട്. ബന്ധുക്കൾ വഴി വരുന്ന വിവാഹാലോചനകളിൽ തീരുമാനം പ്രതീക്ഷിക്കാം. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഠിനമായ ശ്രമം വേണ്ടിവരുന്ന കാലമാണ്. മാനസികമായി ഉണ്ടായിരുന്ന എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. പണമിടപാടുകളിൽ കൃത്യത പാലിക്കുവാൻ കഴിയാതെ വരും. ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു കിട്ടുന്നതാണ്. കുടുംബജീവിത സൗഖ്യം കുറഞ്ഞും കൂടിയും ഇരിക്കും. വിവാദപരമായ കാര്യങ്ങളിൽ നിന്നും മനസ്സിന് സുഖം ലഭിക്കുന്നതാണ്. കഫജന്യ രോഗങ്ങൾ പിടിപെടാം. അതുപോലെ ദീർഘയാത്രകൾ ഒഴിവാക്കുക. പണമിടപാടുകളിലും ശ്രദ്ധിക്കേണ്ടതാണ്. പൈതൃക സ്വത്തിൻ്റെ അനുഭവം വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കും. അതുപോലെ മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം, സാമ്പത്തികമായ വിഷമതകളെല്ലാം തന്നെ മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശാസ്താ ഭജനം നടത്തുക. ശാസ്താവിന്റെ ദർശനം നടത്തി എള്ളു പായസം നിവേദിക്കുക. അതുപോലെ പുഷ്പാഞ്ജലി ഇവ നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.